ട്രംപൻ തീരുവ നടപ്പിലായ ശേഷമുള്ള ആദ്യ ദിനം കമ്പോളത്തിൽ പ്രധാന മേഖലകളിലെ ഓഹരികളിൽ ഇടിവ് രേഖപ്പെടുത്തി. സെൻസെക്സ് ഏകദേശം 600 പോയിന്റും നിഫ്റ്റി 180 പോയിന്റുമാണ് ഇടിഞ്ഞത്. എങ്ങനെയാണ് പോയിന്റ് വ്യത്യാസമെന്ന് നോക്കാം. സെൻസെക്സ് 80,279 ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്, അതായത് 505 പോയിന്റിൻ്റെ ഇടിവ് അതിങ്ങനെ കയറിയിറങ്ങി ഇരിക്കുകയാണ്. നിഫ്റ്റി 24,566 എന്ന പോയിന്റിലാണ് വ്യാപാരം നടക്കുന്നത്. 143 പോയിന്റിൻ്റെ ഇടിവാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ രേഖപ്പെടുത്തുന്നത്. പി ബസന്ത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, 600 പോയിന്റ് എന്ന് വെച്ചാൽ സാധാരണ ഇതിൽ അല്പം കനത്ത നിലയിലുള്ള ഒരു ഇടിവായി കണക്കാക്കാം. എങ്ങനെയാണ് സർക്കാർ ഈ ഒരു സാഹചര്യത്തെ നേരിടുന്നത്? ഓഹരി വിപണി വിദഗ്ധർ എന്താണ് സൂചിപ്പിക്കുന്നത്? ഒരു തിരിച്ചുവരവ് എളുപ്പത്തിൽ സാധ്യം എന്ന് തന്നെയാണോ? ദിവിഷ, ഇന്ന് ട്രംപ് തീരുവ നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ വ്യാപാര ദിനമാണ്. ഇന്നലെ വിനായക ചതുർത്ഥി കാരണം അവധിയായിരുന്നു കമ്പോളം. ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം 600 പോയിന്റാണ് BSE സെൻസെക്സിൽ ഇടിഞ്ഞത്. നിഫ്റ്റി 50 കുറഞ്ഞ് ഏകദേശം 180 ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഏകദേശം 24,583. പ്രധാനപ്പെട്ട 16 മേഖലകളിൽ 14 എണ്ണത്തിലും വലിയ തോതിലുള്ള ഇടിവുണ്ട്. അതായത് 2.2 മുതൽ 0.1% വരെയുള്ള ഇടിവാണ് പലയിടത്തും ഉള്ളത്. ഇത് ചെറിയ ഒരു കാലഘട്ടത്തേക്കെങ്കിലും ഇത് നിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന സൂചന. ഒരു ഹ്രസ്വവേളയിലേക്ക് ഇതുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന സൂചന. ഏതായാലും ഇന്ത്യ ഇത് നേരിടുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പരുത്തിക്ക്, അതായത് ഈ ടെക്സ്റ്റൈൽ മേഖലയിലെ അസംസ്കൃത വസ്തുവായ പരുത്തിക്ക് വേണ്ടിയുള്ള ഇറക്കുമതി തീരുവ സെപ്റ്റംബർ വരെയായിരുന്നു അതിന് ഇളവുണ്ടായിരുന്നത്. അതിപ്പോൾ ഡിസംബർ വരെ നീട്ടിക്കൊണ്ടുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒക്ടോബർ 1 മുതൽ നിലവിൽ വരും എന്ന് സർക്കാർ വൃത്തങ്ങൾ നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് പുതിയ കമ്പോളങ്ങൾ ഇന്ത്യ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അതായത് അമേരിക്കയ്ക്ക് പുറമെ തന്നെ അമേരിക്ക ഏത് രീതിയിലാണ് ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നത്, അതിന് മറു തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയെ മുന്നോട്ട് പോവുകയാണ്.